ഹായ്, മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാമെന്ന് വെച്ചത്. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റാൻ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എൻ്റെ മകളോ എൻ്റെ കുടുംബത്തിലുള്ളതോ എൻ്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു. നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചുരിദാർ ഇടാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു, അതുപോലെ ഞങ്ങളും ബുദ്ധിമുട്ടണോ എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കായ്മ കൊണ്ടാണ്. അപ്പോൾ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കൃത്യമായിട്ട് കേൾക്കുക, ചെവി തുറന്ന് കേൾക്കുക. സൈക്കിൾ ഓടിച്ചിരുന്ന സമയത്ത് എന്നെ വണ്ടിയിൽ വന്ന് ഇടിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇന്ന് ഒത്തിരി പേര് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സൈക്കിൾ ഓടിച്ചത് മര്യാദയ്ക്ക് പോകാനും വരാനുമുള്ള പാത ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാഹനം ഉപയോഗിച്ചത്. അല്ലാതെ അതിൽ കാല് മേൽപോട്ട് വെച്ച് വണ്ടി ഓടിക്കുക, തൂങ്ങിക്കറങ്ങുക, കറക്കി തൂക്കുക, കുറക്കുക ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചുകൂടെ വ്യക്തമാക്കാം. കാൽസറ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണിസത്തിൻ്റെ തുടക്കമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മോഡേണിസം എന്ന് പറയുന്ന തുണിയൂരി കളയൽ എന്നൊരു ധാരണ പണ്ട് കാലഘട്ടങ്ങളിലുണ്ട്. അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ വീണ്ടും കൊണ്ട് എത്തിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ കുറച്ച് മോഡേണായിട്ടൊക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മീൻസ് പുരോഗമനവാദ ശരീരത്തിൽ വരുമല്ലോ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതുപോലെയാണ്, ഇത്തരം എൻഡിങ്ങിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു രീതിയുണ്ട്. മതവിശ്വാസങ്ങളിൽ മെയിനായിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളിൽ നിന്ന് കലയെ ആസ്വദിക്കുന്ന കലാപരമായ കാഴ്ചപ്പാടുള്ള കുട്ടികളെ പുറത്തേക്ക് വിടാത്തൊരു രീതിയുണ്ട്. ഞാൻ മോഹിനിയാട്ടം പഠിച്ചോളാണ്. എനിക്ക് അരങ്ങേറ്റം നിഷേധിക്കപ്പെട്ട ഒന്നാണ്. പൊട്ടിട്ട് അരങ്ങേറേണ്ടി വരും, അമ്പലത്തിൽ അരങ്ങേറേണ്ടി വരും, പാറ്റില്ല എന്ന് പറഞ്ഞതാണ്. പ്രതികാര നടപടിയായിട്ട് ഞാൻ പൊട്ടിട്ടുണ്ട് നടക്കാറുണ്ട്. അതാണ് എൻ്റെ പ്രതികാര നടപടി. അതാണ് ആ അരങ്ങേറ്റം എനിക്ക് സാധ്യമാകാത്ത ഒരു കാര്യമാണ്. അരങ്ങേറും എൻ്റെ കാല് സെറ്റാകുമ്പോൾ ഞാൻ തന്നെ അരങ്ങേറുന്ന ഒരു കാര്യമാണ് മോഹിനിയാട്ടത്തിൽ. ഈ ഇതേപോലെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിരുന്നു. എൻ്റെ ബാല്യകാലത്ത് നമ്മൾ ഫേസ് ചെയ്തിരുന്നു. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ട് എത്തിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. തുണി ഊരി കാണിച്ചുകൊണ്ട് നമ്മൾ പുരോഗമനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. തുണി ഊരി കാണിക്കുന്നതല്ല പുരോഗമനം. ഞാൻ അതിനകത്ത് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഫെമിനിസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നവർ ഇക്വാലിസത്തിനെയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. മലയാളീകരിച്ച് പറയാം, സമത്വം, രണ്ടുപേരും തുല്യരാണെന്ന പരിഗണിക്കൽ. ഒരു കുടുംബത്തിൽ അച്ഛൻ ഏതോ മേലേ ഘട്ടത്തിൽ, അമ്മ ഏതോ കീഴേ ഘട്ടത്തിൽ, മക്കൾ അനുസരിക്കേണ്ടത് അച്ഛനെയാണ്, അമ്മ വീട്ടിലെ വേലക്കാരി മാത്രമാണ്, അമ്മയുടെ പരിപാടി കുക്കിംഗ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, തുണി കഴുകുക, തുടയ്ക്കുക, പിടിക്കുക, അയൺ ചെയ്യുക, അച്ഛൻ്റെ തല്ല് കൊള്ളുക എന്ന ലെവലിൽ നിന്ന് മാറി അമ്മയും ഒരു വ്യക്തിയാണെന്നും അമ്മയ്ക്കും അഭിപ്രായമുണ്ടെന്നും കൂടുതൽ ഞൊഴഞ്ഞാൽ അച്ഛനെ പിടിച്ച് പുറത്താക്കാനുള്ള അധികാരം വരെ അമ്മയ്ക്കുണ്ടെന്നും ആയ ലെവലിലേക്ക് എത്തുന്നതിനെയാണ് ഞാൻ ഇക്വാലിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, മനസ്സിലാക്കിയത്. അത് വന്നപ്പോൾ പെണ്ണിന് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടി. പെണ്ണ് സാമ്പത്തിക ഭദ്രത നേടിയപ്പോൾ പെണ്ണിനെ ഉപദ്രവിക്കാനുള്ള അവരുടെ ആ മെൻറ്റാലിറ്റി മാറി കിട്ടി. പല വീട്ടുകാരും ചെയ്യുന്നൊരു തെറ്റാണ്, പെണ്ണിന് 101 പവനും ബെൻസ് കാറും ഇത്ര ഏക്കർ പറമ്പും ഇത്ര ലക്ഷം രൂപ ബാങ്കിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അതല്ല വേണ്ടത്. ഇതൊക്കെ അവൻ എടുത്തു വെച്ച് ക്രയവിക്രയം നടത്തി നശിപ്പിച്ച് പണ്ടാരം കുത്തി തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കി തരും. അതേസമയം അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അവൻ ജമ്മത്ത് വലിച്ചൂരിയാലും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. സർട്ടിഫിക്കറ്റ്, അവളുടെ പേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവളെ ഒരു പ്രായപരിധി വരെ നമ്മൾ പൊന്നുപോലെ സംരക്ഷിച്ച ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുകയും കൂടെ നമ്മൾ അവൾക്കൊപ്പം ഉണ്ട് എന്ന് കാണിക്കുകയും ചെയ്യണം. വീട്ടിൽ നിന്ന് പെങ്കൊച്ചിനെ ഇറക്കിയിട്ട് അവൾ പോയി തീർന്ന്, അങ്ങനെയല്ല. ഷീ ഈസ് യുവർ ഡാറ്റർ. നിങ്ങൾ അവരെ ഇത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അവൾക്ക് അവിടെ ഒരു ട്രബിൾ ഉണ്ടെങ്കിൽ ആസ്ക് ഹർ ടു കം ബാക്ക്. നിങ്ങളുടെ വീട്ടിലൊരു മുറി ഉണ്ടാക്കി വെക്കുക, അത് അവൾക്കുള്ളതാണെന്ന് വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൊച്ചിറങ്ങിപ്പോയ ആ മുറി അടുത്താക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തി വെക്കുക. അപ്പം ഇതാണ് ടേംസ്. നമ്മൾ ഈ ടേംസ് ആണ് പറഞ്ഞത്. ആ കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത, ഞാൻ അതിനെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ കുട്ടിയുടെ ബോൾഡിനെസ്സും അവളുടെ നൈറ്റ് ഇട്ടുകൊണ്ടുള്ള സർക്കസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആളുകളുടെ വസ്ത്രത്തോടുള്ള അഭിപ്രായത്തിനെതിരെ അവളുടെ പൊരുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഇട്ട് പുറത്തിറങ്ങിയ അമ്മമാർ എന്തോ ചെയ്യും? എന്തോ വട്ടയിടാനാ? എന്താ കുഴപ്പം? ഓക്കെ, സ്കേർട്ട് ഇട്ട് പുറത്തിറങ്ങിയ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ അവളിട്ട വസ്ത്രം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എൻ്റെ അമ്മ മനസ്സാണ്. ആ ദേഷ്യമാണ് വല്ലാണ്ട് ബ്ലാസ്റ്റായി നിങ്ങൾ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം, എൻ്റെ ദേഷ്യം കുറേ പറഞ്ഞിട്ട് ജനങ്ങളെ. അല്ലാതെ അവളറിയണം, അവളെ സ്നേഹിക്കുന്നവരുണ്ടെന്നും അവളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും അവിടെ ഈ കാണിക്കുന്ന പേക്കൂത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല വയസ്സുള്ളൊരു സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമുള്ളൊരു മുത്തശ്ശിയാണ്.
എനിക്കിപ്പോൾ എൻ്റെ മകൻ വിവാഹം ഒരു 22 വയസ്സ് വിവാഹം കഴിച്ചെങ്കിൽ ഇപ്പം ഞാനൊരു മുതുമുത്തശ്ശിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ടാകും. ഞാൻ ആ ജനറേഷനിലുള്ള ആൾ തന്നെയാണ്, തർക്കമില്ല. എനിക്കതിനകത്ത് ഒരു അപമാനവുമില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ ജനറേഷനിൽ ജീവിച്ച് ഇതിൻ്റെ സ്ട്രഗിൾ അനുഭവിച്ച് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് തെറി വാക്കുകൾ, അസഭ്യ വർഷങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ലേഡിയാണ്. ചുരിദാർ ഇടുന്നതോ മിടി ഇടുന്നതോ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു സമൂഹത്തിൽ ജീവിച്ചവളാണ് ഞാൻ. അവിടെ നിന്ന് നമ്മളിപ്പോഴെത്തി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മിടിയിട്ടുകൊണ്ട് നടക്കാറുണ്ട്. ഇപ്പം മിടിയിട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം ബിക്കിനി ഇടുക എന്നല്ല. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കാണിക്കാൻ പാടില്ല, കാണിച്ച അവന്മാർ കയറി പിടിക്കും എന്നൊരു സാഹചര്യം മാറണമെന്നും, ആണുങ്ങളുടെ കണ്ണുകൾക്കാണ് മറ വേണ്ടതെന്നും, അവർ പെൺകുട്ടികളെ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നിടത്ത് അവന്മാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പോക്കൃത്തരങ്ങൾ കാണിച്ചാൽ അതിനെ എതിർക്കുകയും വേണം. നിമിഷ ബിജുവിനെ കണ്ടില്ലേ, കാല് പൊക്കി മേളി വെക്കും, അവളാ കീറല് നാട്ടുകാർ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുരോഗമനവാദം? എനിക്ക് ആ പുരോഗമനവാദത്തിനോട് യോജിപ്പില്ല. ഞാൻ അതിനെ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. അതാണ് ചെയ്യേണ്ടത്, ഓരോ പെണ്ണുങ്ങളും ചെയ്യേണ്ടത് അതാണ്. പണ്ട് നമ്മുടെ അമ്മമാരുടെ വേഷം എന്തായിരുന്നു? ഒരു മുണ്ട് ഉടുക്കും, ഒരു ബ്ലൗസ് ഇടും, ഒരു തോർത്ത് ഇടും, അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്തൊരു സെക്സി ആയിരുന്നു. പക്ഷെ അവർക്ക് അത് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നൈറ്റിട്ടുണ്ട് അമ്മമാർ നടക്കുന്നുണ്ട്. ഇത് ആർക്കും ഒരു കംപ്ലൈൻറ്റും പറയാനുമില്ല. ഡ്രസ്സെന്ന് പറയുന്നത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത് കല്യാണ ദിവസങ്ങളിലൊക്കെയാണ്. അല്ലാതെ നമ്മുടെ കംഫർട്ടാണ്. മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന് ഒക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ ഉടലിൻ്റെ തഴപ്പുകൾ, മുഴപ്പുകൾ നാട്ടുകാരെ കാണിച്ച് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലൈസേഷനെയാണ് ഞാൻ എതിർക്കുന്നത്, വെറുക്കുന്നത്. നമ്മൾ പെണ്ണുങ്ങൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, അവൻ എന്നെ നോക്കി പ്ലട്ട് ചെയ്തു. നിന്നെ അവൻ നോക്കി പ്ലട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആ രീതിയിലുള്ള ചലനം നിന്നിൽ കാണാൻ കഴിയുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ നീ ചെയ്യാത്ത ഒരു കാര്യത്തിന് മറ്റൊരുത്തി ചെയ്തതിന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ടല്ലേ? നമ്മളിപ്പോൾ ലേറ്റ് നൈറ്റ് സമയം കുറവ് കൊണ്ടിരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ഉടനെ വന്നിട്ട് ഓടി വന്ന് അതിനകത്ത് വൃത്തികേട് എഴുതി വയ്ക്കും. ഒരു കളി തരുമോ കറളേ എന്ന് ചോദിക്കും. ദേഷ്യം വരുമോ ഇല്ലയോ? നമ്മൾ അവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കോ ഒന്നും അവരെടുക്കത്തില്ല. അവർക്ക് നമ്മളിൽ എന്താണ് കാണുന്നത്? ഒരു കളി തരുമോ കറളേ എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ല? അത് സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് കുറേ പെണ്ണുങ്ങൾ ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് അത് എന്ന് വിശ്വസിക്കുന്നുള്ളതാണ് ഞാൻ. അതിന് ഞാനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനത ഇവിടെയുണ്ട്. നീ അവരിലേക്കൊന്ന് ഇറങ്ങ്, നീ അവരെ പോലെ ഒരു ദിവസം നടക്ക്. അപ്പം നിനക്ക് മനസ്സിലാകും. സ്ത്രീകളെ ബുദ്ധിമുട്ടറിയാൻ സ്ത്രീയായി അഭിനയിക്കാൻ പറയാറില്ലേ? നീ സ്ത്രീ ആയിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങ്. അപ്പോൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാകും. അമ്മയ്ക്ക് ഒരേ ഒരു മകള്, ആ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണോ അറ്റൻഷൻ സീക്കിങ് എന്ന് പറയുന്നത്? സിനിമയിൽ കയറാൻ തുണി ഊരണമെന്ന് എന്നോട് താരാ പറഞ്ഞേ? എവളെ അമ്മ എത്ര തുണി ഊരി? എവളെ അമ്മയ്ക്ക് എത്ര എടുത്ത് തുണി ഊരേണ്ടി വന്നു? ഇപ്പോൾ തൊപ്പിയുടെ ചാനൽ അടിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? നഗ്നത പ്രദർശിപ്പിക്കുന്ന എല്ലാ ചാനലുകളും എടുത്ത് ദൂരെ കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% എടുത്ത് കളയണം. എന്തിന്? ഞങ്ങൾക്കിതൊന്നും കാണണ്ട. ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങൾ ബാത്റൂമിൽ കണ്ണാടി ഫിറ്റ് ചെയ്യും, എന്നിട്ട് നോക്കും, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി ഞങ്ങൾ കണ്ടങ്ങ് ആസ്വദിച്ചുകൊണ്ട്. നിനക്കങ്ങനെ ആസ്വദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സൈറ്റുകളുണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് പോയിരുന്ന് കാണീര്. നിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതും അടിച്ചു കളയാൻ പറ്റും. ഇത്തരത്തിൽ വൾഗർ ഡ്രസ്സ് കാണിച്ചതിനെ ഇതിനെ ഫാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വൃത്തികെട്ടതുങ്ങളുടെ അടുത്ത് എനിക്ക് ഈ മറുപടിയേ ഉള്ളൂ. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു ഞാൻ ലോകം കാണാത്ത സ്ത്രീയാണ്. എടോ, 22 വർഷത്തെ പ്രവാസമാണ് എൻ്റെത്. 6 മാസത്തിലൊരിക്കൽ ഓരോരോ രാജ്യങ്ങൾ തോറും വിസിറ്റ് ചെയ്യുന്ന 6ഓളം പാസ്പോർട്ടുകൾ ഉള്ള ഒരാളാണ് ഞാൻ. പാസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് പാസ്പോർട്ടല്ല, ഒരേ പാസ്പോർട്ട് സ്റ്റാമ്പ് കുത്താൻ സ്പേസ് ഇല്ലാതെ മാറ്റി എടുത്ത അത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. പല സംസ്കാരങ്ങൾ അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഞാനിതൊന്നും അറിയാത്ത വ്യക്തിയല്ല. ഒരുപാട് ഇടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പല സംസ്കാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയും നിന്നെയൊക്കെ പോലെ തുണിയിലാണ് നടക്കുന്നതില്ല. ഉണ്ട്, എവിടെയെന്ന് അറിയാം, തായ്ലൻഡിൽ ഒരു പ്രത്യേക സ്ട്രീറ്റ് ഉണ്ട്, അവിടെയുണ്ട്. ഇന്ത്യയിലുമുണ്ട് ഒരു റെഡ് സ്ട്രീറ്റ്, അവിടെയുമുണ്ട്. ഇങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രീറ്റുകളിലേക്ക് എനിക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയുള്ള പെണ്ണുങ്ങളോട് എനിക്ക് പുച്ഛവും വെറുപ്പുമാണ്. ശരീരത്തിലുള്ള ഒരു തുള വെച്ച് അതിൽ കൂടെ പണമുണ്ടാക്കി മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഓരോ സ്ത്രീയും വെറുക്കപ്പെട്ടവളാണ് എൻ്റെ മുന്നിൽ. എൻ്റെ മനസ്സിൽ അതാണ്, എൻ്റെ ചിത്രം അതാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആരോഗ്യമുള്ളിടത്തോളം അധ്വാനിച്ച് ജീവിക്കാൻ ശീലിച്ചവളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളത്. കൈകാല് സ്വാധീനമില്ലാത്തവർ, ആ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്തെല്ലാം ലോട്ടറി വിൽക്കുന്നില്ലേ, എന്തൊക്കെ വട ചുട്ടു കൊടുക്കുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വട, ആ വിൽപ്പന, അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുൻപോട്ട് പോകും. നിങ്ങളുടെ ശരീരത്തിൻ്റെ തഴപ്പും മുഴപ്പും അംഗലാവണ്യവും കണ്ട ഒരുത്തൻ നിങ്ങളിലേക്ക് വന്നാൽ ഇത് നശിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളുടെ അമ്മയിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ പരിണാമം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഞാനൊക്കെ ഉല്ലി കുച്ചിയായിരുന്നു, വളരെ സ്ലിം ആയിരുന്ന, ഭയങ്കര സ്ലിം ആയിരുന്ന ഒരു ലേഡിയായിരുന്നു. ഇപ്പം നല്ല ഫാറ്റിയാണ്. അമ്മയാണ്, മുത്തശ്ശിയാണ്. അപ്പം അങ്ങനെ ഉണ്ടാവും. അത് സ്വാഭാവികമായ പരിണാമമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രദർശനം കൊണ്ടല്ല നമ്മളെ ഒരാൾ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യണം. ബാധ്യതയായി നമ്മൾ അവർക്കൊപ്പം ഉണ്ടാകരുത്. നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പ്രവൃത്തി, നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയത്തിന് വിശകലനം ചെയ്യുന്നത്, അതിനോട് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിച്ചാൽ തന്നെ നമ്മൾ സക്സീഡ് ചെയ്തു. ഞാനെന്ന വ്യക്തിക്കാണ് മൂല്യം, എൻ്റെ ശരീരത്തിനല്ല. എൻ്റെ ശരീരം കളർ കറുപ്പാകട്ടെ, അല്ലെങ്കിൽ മോശമാകട്ടെ, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടാൽ ഒരു രസമില്ലാത്ത ഇതാകട്ടെ, അതല്ല വിഷയം. എൻ്റെ പ്രവൃത്തിക്കാണ് വാല്യൂ കൊടുക്കേണ്ടത്. എൻ്റെ സ്വഭാവത്തിനാണ് വിശേഷത കൊടുക്കുക. ഒരു സ്ത്രീ, ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിലാണ്, വായരുമയിലാണ്. ആ വായരുമയുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഒരാളും ഒന്നും പറയത്തില്ല. ഏതെങ്കിലും ഒരു ഇവിടെ വാടാ എന്ന് പറയുന്നത്, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കൂ, അപ്പുറത്തേക്കൊന്ന് പോകാൻ എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എല്ലാവരെയും സുഖിപ്പിക്കാൻ പറ്റുന്ന ഒരു ചാനലല്ല എൻ്റെത്. 100% 100% സുഖിപ്പീരി വർത്തമാനം പറയുന്ന ചാനൽ ഷെഫീന ബീവിയുടേതല്ല. ഷെഫീന ബീവി ആരെന്ന് സംശയം വേണ്ട, ഞാനാണ്. അപ്പോൾ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവരതിനകത്ത് കമൻറ്റിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ആൻഡ് ഗോ, നോ പ്രോബ്ലം. എനിക്കൊരു മകളുണ്ടെങ്കിൽ, എനിക്കൊരു മരുമകൾ വന്നാലും ഇത്തരത്തിലുള്ള വേഷഭൂഷാദികൾ കണ്ടാൽ ഞാൻ വിലക്കും. എന്തിന്? ഇവിടെ മകൻ്റെ കൂട്ടുകാരി പെൺകൊച്ചുങ്ങൾ വരും, ഞാൻ അപ്പം കളിയാക്കി വിടും. അരവറ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, തുണി എടുക്കാൻ മറന്നുപോയാന്നേ ചോദിക്കുള്ളൂ. മോൻ എൻ്റെ അടുത്ത് വഴക്കടിക്കുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അത് പറയണത്. ഞാൻ പറയും, എൻ്റെ സ്വാതന്ത്ര്യമാണ് അത് പറയുക എന്നുള്ളത്. എനിക്കിത് കാണാൻ ഇഷ്ടമില്ല. തുണി ഉടുത്തോണ്ട് വീട്ടിൽ വരിക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നീ മുറ്റത്ത് നിന്ന് അവൻ്റെ സംസാരിച്ചിട്ട് പൊയ്ക്കുള്ളൂ. തുണി ഉടുക്കാതെ വീട്ടിൽ കയറിയാൽ ഞാൻ വഴക്കുണ്ടാക്കും. തുണി ഉടുക്കണം, അതല്ല മോഡേണിസം. ഫ്രീഡമായിട്ട് നടക്കണം, ഉരിഞ്ഞിട്ട് നടാ, ഇവിടെ പ്രശ്നമില്ല. അത് സ്വന്തം വീട്ടിൽ ചെയ്യുക. അത് എല്ലായിടത്തും ഞാൻ പറയണ കാര്യമാണ്. നിനക്കത് ഞാൻ പുരോഗമനം, ഞാൻ ഓൾഡ് ബൈജു മിനുവാണ്, അല്ലെങ്കിൽ പഴയകാല വസന്തമാണെന്നൊക്കെ തോന്നിയ ആടെ എൻ്റെ കാലത്തും ഞാൻ എൻ്റെ ഉമ്മായി അങ്ങനെ പറഞ്ഞ പഴയകാലത്തെ വസന്തമാണ്. എൻ്റെ ഉമ്മയും പറഞ്ഞ അങ്ങനെ പഴയകാല വസന്തമാണെന്ന്. ആ പഴമയിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പം ഇനി പറഞ്ഞ ഇതിനെ വക്രീകരിച്ചിട്ട് അന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഡ്രസ്സ് ഉണ്ടംപൊരിയാണ്. ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഈ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെയല്ല. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഒരാൾക്കൊപ്പം പോകേണ്ട ഒരു ഗതികേടിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള ആ മാറ്റം കൊണ്ടെത്തിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ആ കഷ്ടപ്പാടിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വിശദീകരിച്ച് തരാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മൂലം ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൊണ്ടെത്തിക്കരുത്. നങ്ങേലി മുതലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് ഇവിടെ റൗക്കയുടെ സ്വാതന്ത്ര്യം കൊണ്ടുവന്നപ്പോൾ റൗക്ക പറിച്ചെറിഞ്ഞിട്ട് ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവർ കഷ്ടപ്പെട്ട, അവർ ജീവിച്ച, അവർ അനുഭവിച്ച ദുരിതത്തിനെ നിങ്ങൾ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളെപ്പോലുള്ള കുറേ തെണ്ടി പെണ്ണുങ്ങൾക്ക് താല്പര്യമായിരിക്കാം, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ ഞങ്ങൾക്ക് നേടുന്ന ആ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇന്ന് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കിട്ടുന്ന നിലയിലേക്ക്, സ്ത്രീക്ക് പരിഗണന കിട്ടുന്നിടത്തേക്ക്, സഹജീവിയായി അംഗീകരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനിയൊരു കാര്യമുണ്ട്, സർക്കാർ ഉണ്ടാക്കിയ ഈ പ്രിയദർശിനി സാധനം ഞാൻ വെറുക്കുന്നോളാണ്. സ്ത്രീക്ക് കൊടുക്കേണ്ടത് ഫ്രീ അലവൻസ് അല്ല. സ്ത്രീക്ക് ആ പണം കൊടുക്കാനുള്ള ആർജവത്തെ, അതിനുള്ള ഇതാണ് അംഗീകാരമാണ് വേണ്ടത്. ഇപ്പം 50 പൈസ ഞാൻ ഫ്രീ കൊടുക്കാം പെണ്ണിനാണെങ്കിൽ, വേണ്ടെന്നേ. ആ പൈസ കൊടുക്കാനുള്ള ആരോഗ്യം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവൾക്ക് അതിനുള്ള തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. അവൾ ആ പൈസ ഉണ്ടാക്കി ആ പേയ്മെൻറ്റ് കൊടുത്തു പോട്ടെ, അതാണ് മിടുക്ക്. ഫ്രീ അലവൻസ് പെണ്ണിന് മാത്രമായി കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അവിടെ ഉച്ചനീചത്വം വരികയാണ്. ആണിനൊരു നിയമം, പെണ്ണ് ഫ്രീ ആയിട്ട് നിൽക്കേണ്ടവളാണ് എന്നല്ല. പെണ്ണിന് ഫ്രീ ഒന്നും വേണ്ട. നിങ്ങൾ സ്വത്തും പൊന്നും പണവും ഇത്രയധികം ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ കൊടുത്തുവിട്ട ഒരു പെണ്ണ് 2-3 കുട്ടികളെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബുദ്ധിയോടുകൂടി പെരുമാറാത്തത് കൊണ്ടാണ്. അവൾക്ക് കൊടുക്കേണ്ടിയിരുന്നത് അതൊന്നും ആയിരുന്നില്ല. അവൾക്ക് സ്വർണവും സ്വത്തും പണവും കാറും ഇമ്പാല കാറും അല്ല കൊടുക്കേണ്ടിയിരുന്നത്, അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമായിരുന്നു. ഈ പണം ഉണ്ടാക്കാനുള്ള ആർജവം ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഈ 50 പവൻ്റെ ഗോൾഡ് വിറ്റ് അവളെ ഡോക്ടറാക്കി കൂടെ? അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടു നോക്കുകയാണ്. അവൾ ജന്മകാലത്ത് ആരുടെ അടിമയായിരിക്കും, അന്തസ്സാടെ ജോലി ചെയ്ത് ജീവിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അവൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമുള്ള. ഇപ്പോൾ ആനി പറഞ്ഞാണെങ്കിൽ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ടിരിക്കാനാണ് ഇഷ്ടം, ഇരുന്നോട്ടെന്നേ. പക്ഷെ അപ്പോഴും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവൾക്ക് പിച്ചെ എടുക്കേണ്ടി വരത്തില്ല, നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടേണ്ടി വരത്തില്ല. ഓരോ പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്, സ്വയം പര്യാപ്തതയാണ്, പഠിക്കാനുള്ള ആർജവവും. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അടുത്ത സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് പെൺകുട്ടികളാണ്. നീ പ്രസവിക്കുമ്പോൾ നിന്റെ കുഞ്ഞ് 5 വയസ്സ് വരെ നിന്നിലൂടെയാണ് ലോകം കാണുന്നത്.
ആ നിനക്ക് ലോകം എന്തെന്ന് അറിയില്ലെങ്കിൽ ആ കുട്ടി 5 വയസ്സ് വരെ പഠിച്ചത് മുഴുക്ക മണ്ടത്തരമായിരിക്കും. പിന്നെ സ്കൂളുകളിലും കൂട്ടുകാർക്കൊപ്പവും നടന്ന ശേഷമാണ് അവന് കൂടുതൽ വിവരങ്ങൾ എത്തുക, അല്ലെങ്കിൽ അവളിലേക്ക് ആ വിവരങ്ങൾ എത്തുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 5 വയസ്സ് കൊണ്ട് തന്നെ അവന് ലോകപരിചയം ഏകദേശം നിന്നിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റായ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട്, ബ്രൈറ്റായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല പൗരനോ പൗരയായിട്ട് അത് ഡെവലപ്പായി വരും. അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നീയാണ്. നീ എന്ന പെണ്ണാണ്. ആണിനേക്കാൾ വിദ്യാഭ്യാസം വേണ്ടത് പെണ്ണിനാണ്. ആണിനേക്കാൾ സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് പെണ്ണിനാണ്. എല്ലാ രീതിയിലും മുൻഗണനയും പരിഗണനയും വേണ്ടത് പെണ്ണിനാണ്. അത് ഔദാര്യമല്ല, അവകാശമായി ഏറ്റെടുക്കണം. ആ അവകാശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യരെ കളിയാക്കിക്കൊണ്ട് കാണിക്കുന്ന ഈ വൃത്തികേടിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാഷ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് പിടികിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളാണ് കാശ് വിഷ് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് നിങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കത്തില്ല. നിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കൈകടത്തുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വാതന്ത്ര്യം എൻ്റെ മക്കളെ കൂടെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നിന്റെ മക്കൾ കാണിക്കുന്ന പേക്കൂത്തുകൾ നീ പബ്ലിക്കിൽ എടുത്തിടുമ്പോൾ അതിനെതിരെ ഞാൻ വിമർശനാതീതമായി അല്ലെങ്കിൽ വിമർശനപരമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് എൻ്റെ മക്കളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കിങ്ങിണി എൻ്റെ മകളാണ്, അവളിവിടെ വരാറുണ്ട്. ചില നേരം അവൾ വരുന്ന ഒരു ചെറിയ ട്രൗസർ ഇട്ടുകൊണ്ടാണ് അടി ഞാൻ പറ്റിക്കാറുണ്ട്. എൻ്റെ മകളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ച മകളല്ല, പക്ഷെ ഞാൻ അടി ഞാൻ പറ്റിക്കാറുണ്ട്. എന്തെങ്കിലും എടുത്ത് എറിയെങ്കിലും ചെയ്യാറുണ്ട്. ഈ വേല കാണിച്ചുകൊണ്ട് ഇവിടെ വരരുതെന്ന് പറയും. അവൾ ഈ ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നിന്ന് ഉമ്മി എന്നെ എപ്പോഴും മയക്കുറയില്ലേ, ഇതെന്താ മമ്മിക്ക് പറയാനില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ തളർന്നോ? കാരണം ഈ കുട്ടിയെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഈ കുട്ടി അത്രയും ഞാൻ കരുതലോടെ ഈ വീഡിയോസ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൾ ഓട്ടോറിക്ഷ കയറ്റിയിട്ടുണ്ടോ എന്ന വീഡിയോ ഞാൻ കിങ്ങിണിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആ അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമല്ലേ, അവളാണിത് കാണിക്കുന്നത്. ഞാൻ കിങ്ങിണിയുടെ മുമ്പ് ആരായി? കുട്ടി ഇവിടെ വരുമ്പോഴൊക്കെ ട്രൗസർ ഇട്ടുകൊണ്ടാണ് എടുത്ത് എറിയുന്ന എന്നെ ഇത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് വയ്ക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സാധനം കാണിക്കുന്ന വേല കണ്ടാ ഇത് ചോദിക്കുമ്പോൾ ഞാൻ തലകുനിക്കുന്നില്ലേ? അപ്പോൾ അതിനെതിരെ ഞാൻ സംസാരിക്കും. ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻസിൽ നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിക്കുക. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. കമൻറ്റ് നിങ്ങളുടേതാണ്. കമൻറ്റ് സെക്ഷൻ നിങ്ങൾ എന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം, തർക്കമൊന്നുമില്ല. പക്ഷേ എന്നെ തിരുത്താൻ വരുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കാം. നിങ്ങളുടെ ശരികൾക്കൊപ്പം ഞാൻ നിൽക്കും. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ല, ബസ്സിൽ വെച്ച് ആ കുട്ടീനെ ആക്രമിച്ചപ്പോൾ അവളുടെ പ്രൊഫൈലിൽ കയറി അവളുടെ തുണി മാറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് ഞാൻ എതിർത്തിരുന്നു. ബസ്സിൽ ഡ്രസ്സ് അവൾ കൃത്യമായിരുന്നു. അവിടെ കയറി പിടിച്ചെങ്കിൽ ഞാൻ മറ്റവൻ്റെ കാമപ്രാന്താണ്. അല്ലാതെ അവളുടെ പ്രൊഫൈൽ നോക്കിയല്ല അവിടെ കയറി പിടിച്ചത്. അത് അവൻ്റെ വൈകൃതമാണ്. അതങ്ങനെ പറയുള്ളൂ. പക്ഷെ അത് ആ പ്രൊഫഷൻ, അത് അവളുടെ പ്രൊഫഷൻ, അതായത് ഫാഷൻ ആണെന്നുള്ള ആ പ്രൊഫഷനിൽ അവളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ഊരിക്കളയുന്നത് അത് ഞാൻ എതിർക്കുകയാണ്. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഡ്രസ്സ് കൊണ്ടും നമുക്കൊരു സമരം ഉണ്ടാക്കാൻ പറ്റും. അതായത് വസ്ത്രത്തിൽ കൂടെയും നമുക്കൊരു സമരമുറി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കൃത്യമായി പറയാൻ സാധിക്കണം. ഇപ്പോൾ ഫാഷനബിൾ ആകുക എന്ന് പറഞ്ഞാൽ പൊക്കിളിൻ്റെ ആ ഒരു ഭാഗം കാണിക്കുക, നടുക്കുള്ള ക്ലീവേജിൻ്റെ ഈ വട്ടഭാഗം തള്ളിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഇറുകി പിടിച്ചിട്ട് തള്ളിച്ച് വെച്ചിട്ട് ഇത് കാണിക്കുക. ഇതൊക്കെ നിങ്ങൾ എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ലിച്ചി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്, ബാക്കിൽ കുറേ പാഡ് വെച്ച് കെട്ടിക്കൊണ്ട്. ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബാക്ക് സൈഡ് ഒരു പരിധി കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ദുർമേധസ്. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ ദുർമേധസ് ഉണ്ടാവും. അത് ഇതാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ എക്സസൈസ് ചെയ്യണം. ഭയങ്കരമാണ്, അതിൻ്റെ പുറകെ നല്ല കഷ്ടപ്പാടുണ്ട്. അത് ചെയ്യാൻ കഴിയാത്തവരെന്ത് ചെയ്യും? ഈ ദുർമേധസം കൊണ്ട് തന്നെ ജീവിക്കും. ഗ്രാജുവലി ഇതും ദുർമേധസ് മാറി വല്ലയിടത്തൊക്കെ തൂങ്ങി ഇറങ്ങുന്ന കണക്കാകും. ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവിലായിട്ടാണ്. മനുഷ്യൻ്റെ ഒരു അസുഖാവസ്ഥയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് അർത്ഥം. നമ്മൾ പരസ്പരം ഇണചേരാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഇപ്പം ലിച്ചി വിവാഹം കഴിഞ്ഞാൽ ലിച്ചി ഈ തൂക്കിയിട്ടുണ്ട് നാട്ടുകാരെ മുഴുക്കെ കാണിച്ചുകൊണ്ട് നടക്കും. അതായത് അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭർത്താവിന് കൂടെ രമിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കുമല്ലേ അവർ മെയിനായിട്ട്. അത് അങ്ങനെയല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. ഞാനതല്ല ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ശരീരഭാഗങ്ങളെന്ന് പറഞ്ഞപ്പോൾ മാറുകൾ തന്നിരിക്കുക എൻ്റെ കുട്ടികൾക്ക് മുലയൂട്ടാനാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണത്. ഇനി നമ്മളൊരു സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് അവരത് ചെയ്യുമ്പോൾ നമ്മളും ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ എനിക്ക് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ, ഞാൻ തയ്യാറാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഇത് തുറന്ന് കാണിക്കുന്നുണ്ട്. വിയോജിപ്പാണ്. ചാരി എടുക്കുന്ന കുറേ അലവലാദികൾ ഈ ഒരെണ്ണം അങ്ങ് വെളിയിട്ടിട്ട് എടുക്കുന്നു. അയ്യോടി, നീ ആ ഷാളങ്ങ് താഴെ വെക്കി, എന്നിട്ട് നീ അതും കാണിച്ചോണ്ടിടാം. നല്ല രസമാണ്. തുറന്ന് കാണിച്ചോ, ആര് വേണ്ടാന്ന് പറയുന്നു. പക്ഷെ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നിടത്ത് എതിർപ്പുണ്ടാവും, എതിർക്കും, പറയും. അപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റീസൺ. കിങ്ങിണി ഈസ് ദ റീസൺ. അവളെന്നെ കളിയാക്കിയിട്ടുണ്ട്. ഈ കുട്ടീൻ്റെ ഇത് കൊണ്ട് വെച്ചിട്ട് മമ്മി എന്താ ഇതിനകത്ത് പറയാനുള്ളത്? ചമ്മിയാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതല്ലേ. അതേപോലെ നിമിഷ ബിജു ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്.
അവൾ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അവൾ കാല് തൂക്കി മേളി വെച്ചപ്പോൾ, അവളെ കീറൽ കാണിച്ചപ്പോൾ അന്ന് നിന്നോ സപ്പോർട്ട്. ഇനി ഞാൻ ഞാൻ 7 തടുപ്പിക്കത്തില്ല. നമുക്ക് നമ്മളുടേതായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നു, ഞാൻ നാളെ ഒരു ബിക്കിനിയൊക്കെ ഇട്ടുണ്ട് എന്നിട്ട് എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ കൊന്ന് കൊല വിളിക്കത്തില്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്യുമെന്ന്? അപ്പോൾ ഈ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ തെറി വിളിക്കും. അത്രയും അതിനകത്ത് വിചാരിച്ചത്. എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലി ഒരു പ്രശ്നമില്ല. ആ മകളത് കാണിച്ച തെറ്റാണ്. പബ്ലിക്കിൽ മാപ്പാണ് ആ കുട്ടി പറയേണ്ടത്. ഞാൻ ഫാഷനബിൾ ആവാൻ നോക്കിയതാണ്, ഐ എം സോറി. ഇത് തീർന്നില്ലേ? പിന്നെ ഇതേപോലെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ മകൾ കാണിച്ചു, ഞാൻ വിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അവൾ പിന്നെ പൂളിൽ കിടന്നിട്ട് ഇങ്ങനെ മലന്ന് കിടക്കണേന്ന് കാണിച്ചത്. പൂളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമൊക്കെ തന്നെ അല്ലെന്നാരും പറയാം. പൂളിലാരും സാരി കൊടുത്തുകൊണ്ട് ചാടുകയൊന്നുമില്ല. അവിടെ ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ചാടുന്നു, ചാടിയോ കുഴപ്പമില്ല. പക്ഷെ അത് പിക്ചർ എടുത്ത് പബ്ലിക്കിൽ ഇടരുത്. ഇട്ടാൽ ക്രിറ്റിസിസം ഉണ്ടാകും. കാരണം ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നുണ്ട്, അത് ക്ലൗസാ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്തുണ്ട വിഴുങ്ങിയാലും ഞങ്ങളിത് പറയും. എനിക്കിത് പറയാനുണ്ട്. എനിക്ക് വന്ന കമൻസ് നോക്കുക, എനിക്ക് വന്ന സപ്പോർട്ടീവ് കമൻസ് നോക്കുക. ആൻഡ് ദർ ഇസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ കോൾ മീ ആൻഡ് ദേ വേർ സേയിങ് ദ സെയിം തിങ്. അവർക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയൂലേ? ഞാൻ പറയും. ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് നിൽക്കുന്ന ഒരാൾ എന്നെ ഇടയ്ക്ക് വിളിച്ച് അത് പറഞ്ഞു ഞാൻ പറയും. ഞാൻ അവിഹിതങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ടില്ല? ഞാൻ അവിഹിതം ചെയ്യാറില്ല. മറ്റൊരാളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന കണക്ക് ഞാൻ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇഷ്ടമില്ലാതല്ലേ പറയാൻ പറ്റൂ. ചേടാ അപ്പം ശരി, ഒരുപാട് പറഞ്ഞോ എന്തോ, പോയിൻ്റ് എല്ലാം ഒത്താ എന്തോ, ഒത്താടേ, ഒത്തെങ്കിൽ ഒത്തെന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യണം. പിന്നെ എൻ്റെ പൊന്നു കുഞ്ഞാവകളെ, നിങ്ങൾ ഇതേ ഏജിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ ജനറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ മേളി പറയും. അങ്ങനത്തെ ഒരു ജനറേഷനാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. സോ സ്റ്റോപ്പ് ഇറ്റ്. കൊള്ളത്തില്ല, മോശമാണ്, ചെയ്യരുത്. നിങ്ങളുടെ കഴിവിനും എബിലിറ്റിക്കുമാണ് നിങ്ങൾ സിനിമയിൽ ചൂസ് ചെയ്യേണ്ടത്. ആക്ടിങ് കപ്പാസിറ്റി, അതിനാണ് നിങ്ങൾക്ക് സിനിമയിൽ എടുക്കേണ്ടത്. അല്ല നിങ്ങളുടെ തുണിയൂരിയ ഇത് മാതകത്വം കണ്ടിട്ടല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴപ്പും തഴപ്പും കണ്ടല്ല നിങ്ങൾ സിനിമയിൽ എടുക്കേണ്ടത്. നിങ്ങളുടെ അഭിനയശേഷിക്കാണ്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന, സ്ത്രീകൾക്ക് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വരാൻ കഴിവുള്ള പെണ്ണുങ്ങൾ വരണം. പാർവതി തിരുവോത്തിനെയൊക്കെ പോലുള്ളവർ തുണിയൂരിയിട്ടല്ല സിനിമയിലേക്ക് എത്തിയത്. അഭിനയശേഷിയാണ് അവരെ സിനിമയിൽ എടുത്തിരിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? സിൽക്കിന് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് എന്താണ്? സിൽക്ക് അഭിനയശേഷി ഇല്ലാത്തവളാണോ? പക്ഷെ അവരങ്ങനെ അവരെ കാറ്റഗറൈസ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ സിനിമകൾ ചൂസ് ചെയ്യേണ്ടി വന്നത്. അത്രയേ ഉള്ളൂ ഞാൻ പറയണത്. ശരീരം കാണിച്ചുകൊണ്ടും അതിൻ്റെ മുഴപ്പും തഴപ്പും കാണിച്ചുകൊണ്ടും നിങ്ങൾക്കൊരു ഇത് വേണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതോ ഒരു അറ്റയിൽ, ഏതോ ഒരു മൂലയിൽ നിങ്ങൾ ചെയ്ത ഒരു വീഡിയോ അത് സക്സസ് ആവും. നിങ്ങൾക്കറിയാം, ആദ്യത്തെ സിനിമയിൽ വന്ന ആ ലേഡിയെ ഇന്നും പലരും സ്മരിക്കുന്ന ഏത് രീതിയിലാണെന്ന്. റോസി എന്ന് മറ്റോണം അവരുടെ പേര് ഓർമ്മയില്ല കേട്ടോ, ചില ഓർമ്മ പശ കൊണ്ട് വയസ്സായല്ലേ. ആ സ്ത്രീയെ ഇന്നും നമ്മൾ സ്മരിക്കുന്നുണ്ട്. അവരഭിനയിച്ച ഒരേ ഒരു സിനിമ. ആ ഒരു സിനിമയ്ക്ക് ശേഷം അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. പക്ഷേ അവരെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു പെണ്ണ് ആ പൊസിഷനിലേക്ക് വന്നിട്ടില്ല. സോ ദേർ ഷീസ്. അങ്ങനെ ഒരു പെണ്ണാവാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. ചരിത്രം സൃഷ്ടിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ആ പെണ്ണുങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കാൻ നോക്ക്. അങ്ങനെയുള്ള സ്ത്രീ ആകുന്നതാണ് പവർഫുൾ. അല്ലാതെ സിൽക്കാവാൻ നിൽക്കാതിരിക്കുക, ഷക്കീലയാവാൻ നിൽക്കാതിരിക്കുക. ഷക്കീലയും സിൽക്കും അല്ല സ്ത്രീകൾ. അവർ സ്ത്രീകളുടെ ഏറ്റവും മോശം വശം തുറന്നു കാണിക്കുന്ന പെണ്ണുങ്ങളാണ്. ശരീരഭാഗം വിറ്റ് ജീവിച്ചതാണ്. അനുരാധയെ പോലുള്ളവർ അവരവരുടെ ശരീരത്തിനാണ് വിറ്റത്. കലയെ ഉപാസിക്കുന്നവർ, കലയെ ഇഷ്ടപ്പെടുന്നവർ അതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ ആചാര്യ ക്ഷേത്രത്തിൽ പോയ അരങ്ങേറ്റം നടക്കാറുണ്ട് കുട്ടികളുടെ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അവർ നാളെ ഒരു ക്യാമറ അവിടെ അവതരിപ്പിച്ചാലുള്ള അവസ്ഥയെന്ന് ആലോചിക്കുക. രണ്ടും കലയാണ്. അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലിരിക്കുന്നു ആസ്വാദ്യത. മറ്റേത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമുണ്ട്, ഒരു താളമുണ്ട്, ഒരു ലയമുണ്ട്, സന്തോഷമുണ്ട്. മറ്റേത് ക്യാമറ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? ലഹരിയുടെ അതിൻ്റെ ഒരു പിൻബലത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ് ക്യാമറ. രണ്ടും നൃത്യമാണ്, രണ്ടും ഡാൻസാണ്. അയ്യമ്മ ഡിസ്കോ ഡാൻസാ ടൊണ്ടൊണ്ടൊണ്ട. അങ്ങനെ നീ അങ്ങ് പോവതെങ്ങനെ. കഥാ ചരിത്രങ്ങൾ അതിൽ കൂടെ വിവരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലാസ്യം, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു താളവും, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖമുണ്ട്. മറ്റതങ്ങനെയല്ല. അമ്മ ഡിസ്കോ ഡാൻസർ അടിച്ച് പിറ്റാവുക, കിറങ്ങിയിരിക്കുക, എന്നിട്ട് കൊള്ളാം അതുള്ളട്ടെ അത് കുലുങ്ങട്ടെ കാണട്ടെ. മതി. താങ്ക് യു.